എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പൊ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പി, നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 10 പേർക്ക് ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം. ഈ കാപ്പി ഇവൻ ചോദിച്ചു മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവൻ പരാതി പറയാൻ അവകാശമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. അപ്പൊ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ കണ്ടു, കാണാത്തവരോടൊക്കെ പോയി പറയുക. അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു, ടോവി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുമുമ്പും ശിവന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു. അപ്പൂപ്പൻതാടി, മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ്. ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടെ ആയിരുന്നു. അപ്പൊ ശിവന്റെ സജഷനിലൂടെ ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ ശിവന് ആ ഒരു സെൻസിബിലിറ്റി, അതിന്റെ ഡിസ്കഷന്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെ കുറിച്ചും. അപ്പൊ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സിജു ആണ്. സിജുവിന്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ റൈറ്റിംഗിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിന്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ബാക്കി പിന്നെ ഇതിലെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പൊ ആ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല. ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിന്റെ കൂടെ വെക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനാണെങ്കിലും സാധാരണ അങ്ങനെ കോളേജ് വിസിറ്റ്സിനോ ഒരുപാട് ഇന്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിന് തന്നെ വന്നിരുന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളുടെ ഒക്കെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരുമിച്ച് നിന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ, ഞാൻ തമാശയായിട്ട് പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം. അപ്പോ കുറേ ദിവസം, എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റില്. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല ഏത് മാസമായിരുന്നു? ഒരു വെയിലത്ത് അല്ല, ഏത് മാസം? ഒരു വെയിലത്ത് എങ്ങനെയാണ് മഴയാണ്? ഏത് മാസം? ഒരു വെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങള് ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴയാണ്. അത് ഈ മരണമാസത്തിന്റെ സെറ്റിലായിരിക്കും. എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങള് അത് നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് 2 മണിക്കും 3 മണിക്കൊക്കെ മഴയെ നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ അതൊരു കോംപ്രമൈസും ചെയ്യാതെ അതിന്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിന്റെ കൂടെ തന്നെ അതിന്റെ ക്വാളിറ്റി. 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറ. അതൊക്കെ ഇപ്പൊ എല്ലാ പടത്തിലും ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ സൂപ്പർ 32, വെരി എക്സ്പെൻസീവ് ക്യാമറ.
അത് 2 ആ കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരോ ഒന്നും സാധാരണ ഒരു വാടകയെടുക്കാറ്. ഒരു സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നു. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ള അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൺ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവരെന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടി വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഈ പെടുന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പൊ ഒരു റിവാർഡ് കിട്ടുന്നു, പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോ അഗൈൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത്. അപ്പൊ അത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമസ്കാരം.